ഈ വർഷം സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 1600 രൂപയ്ക്ക് പകരം 3200 രൂപ വീതമാണ് ഓരോ ഗുണഭോക്താക്കൾക്കും എത്തിച്ചേരുക. ക്രിസ്മസ് പുതുവത്സരം പ്രമാണിച്ച് 2 മാസത്തെ ഗഡു ഒരുമിച്ചാണ് വിതരണം ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് തരിക. എല്ലാ മാസവും ആനുകൂല്യങ്ങൾ നൽകാറുണ്ട്. എന്നാൽ നവംബർ അവസാന വാരം വിതരണം ചെയ്യേണ്ട തുക ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേർന്നിട്ടില്ല. നവംബർ മാസം 6-നാണ് ഏറ്റവും അവസാനമായി പെൻഷൻ വിതരണം ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ തുകയും കൂടി ചേർത്ത് 3200 രൂപയാണ് വിതരണം ചെയ്യുക. സംസ്ഥാനത്ത് 62 ലക്ഷത്തോളം പേർക്ക് ഈ സഹായം എത്തിച്ചേരും. ഇതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ വീട്ടിലെത്തിയുള്ള പരിശോധന ആരംഭിക്കുന്നു എന്നുള്ളതാണ്. അർഹതയുള്ളവർക്ക് മാത്രം ആനുകൂല്യങ്ങൾ നൽകിയാൽ മതി എന്നുള്ള തീരുമാനത്തിലേക്കാണ് സർക്കാർ നീങ്ങുന്നത്. ഈ സാഹചര്യത്തിൽ നിരവധി പേർ പദ്ധതിയിൽ നിന്ന് പുറത്താവും. ഇതിനായി സർക്കാർ പല മാനദണ്ഡങ്ങളും പരിശോധനയ്ക്കായി വിധേയമാക്കുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ചില പ്രത്യേക സുപ്രധാന തീരുമാനങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക സ്വീകരിക്കുന്നവരുണ്ട്. ഇതോടൊപ്പം തന്നെ കൈകളിലേക്കും തുക സ്വീകരിക്കുന്നവരുണ്ട്. ഇവർക്ക് എല്ലാവർക്കും തന്നെ 1600 രൂപ വീതമാണ് ഓരോ മാസവും വിതരണം ചെയ്യുന്നത്. ഓരോ മാസവും പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിന് 900 കോടി രൂപ വേണ്ടിവരുന്ന സാഹചര്യത്തിലും മുൻപുള്ളതിനെ അപേക്ഷിച്ച് ഇരട്ടി പെൻഷൻ ഗുണഭോക്താക്കൾ പട്ടികയിലുള്ള സാഹചര്യത്തിലും ഏറ്റവും അർഹതയുള്ളവരെ മാത്രം കണ്ടെത്തുന്നതിനായി സർക്കാർ കർശന പരിശോധന ആരംഭിക്കുകയാണ്. അനർഹരായ നിരവധി പേർ പെൻഷൻ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അനർഹമായി നിരവധി പേർ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നതിനെ സംബന്ധിച്ച് നിരവധി പരാതികളാണ് നിരവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കെട്ടിക്കിടക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരാതി വന്നിട്ടുള്ള വീടുകളിൽ ആദ്യഘട്ടവും അതിനുശേഷം സർക്കാരിൻ്റെ അറിയിപ്പ് അനുസരിച്ച് മറ്റുള്ള വീടുകളിലും പരിശോധന ആരംഭിക്കുന്നത്. ഇതിൽ പ്രധാനം ഭൗതിക സാഹചര്യങ്ങളുടെ പരിശോധനയാണ്. സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താവിൻ്റെ അല്ലെങ്കിൽ അപേക്ഷകൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ 2000 ചതുരശ്ര അടിയുള്ള വീടുകളിൽ താമസിക്കുന്നവർ, കാറുള്ളവർ, AC ഉള്ളവർ ഇത്തരം കുടുംബങ്ങളെ പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്താക്കും. ഇതോടൊപ്പം തന്നെ ഇനി മുതൽ ഓരോ 60 വയസ്സ് കഴിഞ്ഞ ആളുകളും വാർദ്ധക്യ പെൻഷന് അപേക്ഷിക്കുമ്പോൾ ഉദ്യോഗസ്ഥർ നേരിട്ട് വീടുകളിലെത്തി പരിശോധന നടത്തിയ ശേഷം മാത്രമേ പെൻഷൻ അപ്രൂവ് ചെയ്യൽ നടപടികളിലേക്ക് കടക്കുകയുള്ളൂ. കൂടുതൽ പെൻഷനും മറ്റ് സർക്കാർ അറിയിപ്പുകൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ.